ഗുഡ് മോർണിംഗ്. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് കേബിൾസ് ആൻഡ് കണക്റ്റേഴ്സ്. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നാൽ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പ്രീവിയസ് പ്രസൻറ്റേഷനുകളിൽ ഡിസ്കസ് ചെയ്തു. ഡേറ്റയെ ഷെയർ ചെയ്യുന്നതിനും പരസ്പരം ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിനും വേണ്ടി പരസ്പരം ഇൻ്റർകണക്ട് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ ഒരു ശൃംഖലയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു. കമ്പ്യൂട്ടറുകളെ പരസ്പരം ഇൻ്റർകണക്ട് ചെയ്യാനായിട്ട് ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് നെറ്റ്വർക്ക് കേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നെറ്റ്വർക്ക് കേബിൾ എന്ന് പറയുന്നത് ഒരു മീഡിയമാണ്. ഡിവൈസുകൾക്ക് പരസ്പരം ഡാറ്റയെ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു മീഡിയമാണ് ഈ നെറ്റ്വർക്ക് കേബിൾ എന്ന് പറയുന്നത്. ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് കേബിൾസ് അവൈലബിൾ ആണ് ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഫോം ചെയ്യുന്നതിനും. ഇപ്പം ഒരു ടൈപ്പ് നെറ്റ്വർക്ക് നമ്മൾ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്കുകളെ പറ്റി പഠിച്ചു, ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ടോപ്പോളജീസിനെ പറ്റി പഠിച്ചു. അപ്പോൾ ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യാൻ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് കേബിൾ ചൂസ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആസ്പെക്ട്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ, ആ നെറ്റ്വർക്കിൻ്റെ സൈസ്, ആ നെറ്റ്വർക്കിൻ്റെ ടോപ്പോളജി, ആ നെറ്റ്വർക്കിൽ ഫോളോ ചെയ്യുന്ന പ്രോട്ടോക്കോൾ, ഇങ്ങനെ പല കാര്യങ്ങളെയും ബേസ് ചെയ്തുകൊണ്ടാണ് ഏത് ടൈപ്പ് നെറ്റ്വർക്ക് കേബിൾ ചൂസ് ചെയ്ത് ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ നെറ്റ്വർക്ക് കേബിളിനെ ഡിഫറെൻ്റ് ടൈപ്സ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏറ്റവും മെയിൻ ആയിട്ടുള്ള ടൈപ്സ് എന്ന് പറയുന്നത് ഇവയാണ്: കോയാക്സിയൽ കേബിൾ, ട്വിസ്റ്റഡ് പെയർ കേബിൾ ആൻഡ് ഫൈബർ ഒപ്റ്റിക് കേബിൾ. ഫസ്റ്റ് വൺ, കോയാക്സിയൽ കേബിൾ. കോയാക്സിയൽ കേബിളിൻ്റെ കൺസ്ട്രക്ഷൻ ഡയഗ്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സെൻട്രൽ വരുന്നത് കണ്ടക്റ്റിംഗ് കോർ, അതിനെ സറൗണ്ട് ചെയ്ത് ഇൻസുലേഷൻ, അതിനെയും സറൗണ്ട് ചെയ്ത് ബ്രൈഡഡ് ഷീൽഡിംഗ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഏറ്റവും ഔട്ടർ പോർഷനിലായിട്ട് ഷീത്ത് കൊടുത്തിരിക്കുന്നു. ഇതിൽ കണ്ടക്റ്റിംഗ് കോർ യൂഷ്വലി നിർമ്മിക്കുന്നത് കോപ്പർ ഉപയോഗിച്ചാണ്. കണ്ടക്റ്റിംഗ് കോറാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നലിനെ പാസ് ചെയ്യുന്നത്. ബ്രൈഡഡ് ഷീൽഡിങ് ആക്ച്വലി ഉപയോഗിച്ചിരിക്കുന്നത് നോയ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ബ്രൈഡഡ് ഷീൽഡിങ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻസുലേഷൻ നിർമ്മിച്ചിരിക്കുന്നത് PVC അല്ലെങ്കിൽ ടെഫ്ലോൺ ഉപയോഗിച്ചാണ്. ബ്രൈഡഡ് ഷീൽഡിങ്ങും കണ്ടക്റ്റിംഗ് കോറും തമ്മിലുള്ള ഒരു സെപ്പറേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഇൻസുലേഷൻ ഉപയോഗിച്ചാണ്. അഥവാ ഇൻസുലേഷൻ അവിടെ പ്രസൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ ബ്രൈഡഡ് ഷീൽഡിങ്ങും കണ്ടക്റ്റിംഗ് കോറും തമ്മിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏറ്റവും ഔട്ടറിലായിട്ട് ഷീത്ത് ഉപയോഗിച്ചിരിക്കുന്നത് കേബിളിന് എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജ് ഉണ്ടാകാതിരിക്കാനായിട്ടാണ്. കോയാക്സിയൽ കേബിളിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. RG7, RG11 ഈ സ്റ്റാൻഡേർഡുകളും ആ സ്റ്റാൻഡേർഡുകൾ ഉപയോഗിച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻസും ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. 50 Ohm RG7 ഓർ RG11 ഉപയോഗിക്കുന്നത് ഈഥർനെറ്റിന് വേണ്ടിയാണ്. അതുപോലെ RG58 യൂസ് ചെയ്യുന്നത് തിൻ ഈഥർനെറ്റിന് വേണ്ടിയാണ്. RG11 ഉപയോഗിക്കുന്ന തിക്ക് ഈഥർനെറ്റും RG58 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഉപയോഗിക്കുന്ന തിൻ ഈഥർനെറ്റുമാണ്. RG59 ഉപയോഗിക്കുന്നത് കേബിൾ ടെലിവിഷന് വേണ്ടിയാണ്. പിന്നെ ഉള്ള ഒരു സ്റ്റാൻഡേർഡാണ് RG62, അതായത് അറ്റാച്ച്ഡ് റിസോഴ്സ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന് വേണ്ടിയാണ് RG62 എന്നുള്ള ഒരു കോയാക്സിയൽ സ്റ്റാൻഡേർഡ് ഉപയോഗിക്കുന്നത്. അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോയാക്സിയൽ കേബിൾ. കോസ്റ്റ് കുറവാണ്, ഇൻസ്റ്റാളേഷൻ ഈസിയാണ്, ട്രാൻസ്മിഷൻ സ്പീഡ്, അതായത് ഡാറ്റ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഡാറ്റ ട്രാൻസ്മിഷൻ സ്പീഡ് എന്ന് പറയുന്നത് 10 Mbps ആണ്. അത് പ്രൊവൈഡ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസിനെതിരെ അത് പ്രൊവൈഡ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു മീഡിയം ലെവലിലുള്ളതാണ്.
അതുപോലെ തന്നെ അറ്റുനിയേഷൻ എന്ന് പറയുന്നത് ഒരു മീഡിയം ലെവലാണ് പ്രൊവൈഡ് ചെയ്യുന്ന അറ്റുനിയേഷൻ. അടുത്തതായി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് കോയാക്സിയൽ കേബിൾ ആണ് ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അഡ്വാൻറ്റേജസ് ഇൻഎക്സ്പെൻസീവ് ആണ്, വയറിങ് ഈസിയാണ്, എക്സ്പാൻഡ് ചെയ്യാനായിട്ട് എളുപ്പമാണ്, EMI ഇമ്മ്യൂണിറ്റി അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള ആ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു മോഡറേറ്റ് ലെവലിലാണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ കേബിൾ ആയതുകൊണ്ട് ആ സിംഗിൾ നെറ്റ്വർക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോയാക്സിയൽ കേബിൾ യൂസ് ചെയ്യുമ്പോൾ അതൊരു സിംഗിൾ കേബിൾ ആയതുകൊണ്ട് ആ സിംഗിൾ കേബിളിന് എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നെറ്റ്വർക്കിനെ അത് അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത ഏറെയാണ്. അടുത്തതായി കോയാക്സിയൽ കേബിളിൻ്റെ കണക്ടേഴ്സാണ്. കോയാക്സിയൽ കേബിളിൻ്റെ കണക്ടേഴ്സ് അറിയപ്പെടുന്നത് BNC കണക്ടർ എന്നാണ്. BNCയുടെ ഫുൾ ഫോം ബയോൺ നീൽ കാൺസൽമാൻ എന്നാണ്. BNC കണക്ടർ മെയിൽ BNC പ്ലഗുമുണ്ട്, ഫീമെയിൽ BNC ജാക്കുമുണ്ട്. അതായത് ഒരു കോയാക്സിയൽ കേബിൾ നമ്മൾ കണക്ട് ചെയ്യുന്നത് മെയിൽ BNC പ്ലഗിലേക്കായിരിക്കും. ആ മെയിൽ BNC പ്ലഗ് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഡിവൈസിലുള്ള ഫീമെയിൽ BNC ജാക്കിലേക്കായിരിക്കും. അതിൻ്റെ ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അടുത്ത ഫിഗറിൽ കാണിക്കുന്നത് എങ്ങനെയാണ് ഒരു കോയാക്സിയൽ കേബിൾ ഒരു മെയിൽ BNC കണക്ടറിലേക്ക് കണക്ട് എന്നുള്ള ഒരു സിമ്പിൾ ഡയഗ്രമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം കോയാക്സിയൽ കേബിളിൻ്റെ സെൻട്രൽ ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നലിനെ പാസ് ചെയ്യാനായിട്ട് ഒരു കോർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ കോറ് ഒരു സെൻറ്റർ പിന്നിലേക്കാണ് എൻ്റർ ചെയ്തിട്ട് ഫിക്സ് ചെയ്യുന്നത്. ആ സെൻറ്റർ പിന്നാണ് BNC കണക്ടറിലേക്ക് പ്ലേസ് ചെയ്തിട്ട് ഫിക്സ് ചെയ്യുന്നത്. പിന്നെ അതിനെ ടൈറ്റൺ ചെയ്യാനായിട്ട് ഒരു ക്രിമ്പ് ബാറിലും പ്രൊവൈഡ് ചെയ്തതായിട്ട് കാണാം. ഇങ്ങനെയാണ് ഒരു കോയാക്സിയൽ കേബിൾ ഒരു BNC കണക്ടറിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഇതൊരു കേസിലുള്ള BNC കണക്ടറാണ്. വേറെ ചില BNC കണക്ടറുകളിൽ കണക്ട് ചെയ്യുന്നത് കോറ് എൻ്റർ ചെയ്തിട്ട് കോറ് പ്ലേസ് ചെയ്തിട്ട് BNC കണക്ടറിൻ്റെ സെൻറ്ററിലേക്ക് ഫിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ സ്ക്രൂ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ടൈറ്റൺ ചെയ്ത് പിന്നെ ടൈറ്റ് ചെയ്യാവുന്ന ഒരു പ്രൊവിഷനൂടെ കൊടുത്തിട്ട് അങ്ങനെയും ഒരു കോയാക്സിയൽ കേബിൾ ഒരു BNC മെയിൽ കണക്ടറുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. സെക്കൻഡ് ടൈപ്പ് ഓഫ് കേബിൾസ് എന്ന് പറയുന്നത് ട്വിസ്റ്റഡ് പെയർ കേബിൾസ് ആണ്. ട്വിസ്റ്റഡ് പെയർ കേബിൾസ് രണ്ട് ടൈപ്പ് ഉണ്ട്. അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ ആൻഡ് ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ. അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിളിനെ ഇൻ ഷോർട്ട് നമ്മൾ UTP കേബിൾ എന്നും ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിളിനെ ഇൻ ഷോർട്ട് STP കേബിൾ എന്നും പറയും. ഇതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. ഫസ്റ്റ് ഓഫ് ഓൾ ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നത് ഒരു പെയർ ഓഫ് കേബിളിനെ പരസ്പരം ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡിൽ ഫോം ചെയ്തിരിക്കുന്ന കേബിളാണ് ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഫിഗറുകളിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകും. ടോട്ടൽ 8 വയേഴ്സ് ഉണ്ട്. അതിൻ്റെ ഓരോ 2 വയേഴ്സും എടുത്തിട്ടാണ് ഒരു പെയർ ഫോം ചെയ്തിരിക്കുന്നത്. ഈ പെയറിനെ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ട്വിസ്റ്റിങ് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ മെയിനായിട്ട് ഉദ്ദേശം എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസുകളെ ക്യാൻസൽ ഔട്ട് ചെയ്യുന്നതിനാണ് ഈ ട്വിസ്റ്റിംഗ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ UTP കേബിളിനും STP കേബിളിനുമായിട്ടുള്ള മെയിനായിട്ടുള്ള ഡിഫറൻസ്, ഈ പെയറുകളെ കവർ ചെയ്തുകൊണ്ട് STP കേബിളിൽ ഒരു ഷീൽഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് രണ്ടും തമ്മിലുള്ള മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ UTP കേബിൾസ് ആണ്, അതായത് അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ. അതായത് അൺഷീൽഡഡ് ആയിട്ടുള്ള 2 വയേഴ്സ്, അതായത് പെയർ ഓഫ് വയേഴ്സ് ട്വിസ്റ്റ് ചെയ്ത് ആണ് അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ ഫോം ചെയ്തിരിക്കുന്നത്. ഏറ്റവും ചീപ്പസ്റ്റ് ഫോം ഓഫ് കേബിൾസ് അവൈലബിൾ ആണ് UTPയുടെ കേസിൽ. നമ്മൾ ഏറ്റവും കൂടുതൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എൻവയോൺമെൻറ്റ്സിൽ പ്രിഫർ ചെയ്യുന്നത് UTP കേബിൾസ് ആണ്. ഇൻസ്റ്റാളേഷൻ സിമ്പിളാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസും റേഡിയോ ഫ്രീക്വൻസി ഇൻ്റർഫറൻസും അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. UTP കേബിൾസിൻ്റെ കുറച്ച് ഫീച്ചേഴ്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മാക്സിമം കേബിൾ ലെങ്ത് എന്ന് പറയുന്നത് 100 മീറ്റർ ആണ്. ബാൻഡ് വിഡ്ത്ത് അതായത് ഡാറ്റ കപ്പാസിറ്റി എന്ന് പറയുന്നത് 100 മെഗാബിറ്റ്സ് പെർ സെക്കൻഡ് ആണ്.
കണക്ടർ ഉപയോഗിക്കുന്നത് RJ45 കണക്ടറാണ്. മാക്സിമം ബെൻഡ് ചെയ്യാവുന്ന റേഡിയസ് എന്ന് പറയുന്നത് 360 ഡിഗ്രി പെർ ഫീറ്റ് ആണ്. UTP കേബിൾ പ്രൊവൈഡ് ചെയ്യുന്ന റെസിസ്റ്റൻസ് 50 ഓംസും അതിൻ്റെ ട്രാൻസ്മിഷൻ മോഡ് എന്ന് പറയുന്നത് ബേസ് ബാൻഡ് ട്രാൻസ്മിഷൻ മോഡുമാണ്. UTP കേബിൾസിൻ്റെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും UTP കേബിൾസിൻ്റെ ഡിഫറെൻറ്റ് കാറ്റഗറീസും അവയുടെ ഓരോ കാറ്റഗറികളുടെയും സ്പീഡും ആ കാറ്റഗറി യൂസ് ചെയ്തിരിക്കുന്ന പ്ലേസും ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും കാറ്റഗറി 1, കാറ്റഗറി 2, 3, 4, 5E ആൻഡ് 6 ഇവയൊക്കെയാണ് കാറ്റഗറീസ്. ഈ കാറ്റഗറി 1, 2, കാറ്റഗറി 3 എക്സെട്ര എന്നിവയെ നമ്മൾ ഇൻ ഷോർട്ട് ആയി CAT 1, CAT 2, CAT 3, CAT 4, CAT 5, CAT 5E ആൻഡ് CAT 6 എന്നാണ് വിളിക്കുന്നത്. ഇവിടെ അത് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതായത് കാറ്റഗറി 5 എന്ന് പറയുന്ന ഒരു കേബിളിനെ നമ്മൾ വിളിക്കുന്നത് CAT 5 കേബിൾ എന്നാണ്. ഓരോ കേബിളുകളുടെ ഓരോ കാറ്റഗറിയുടെയും സ്പീഡ് കാണിച്ചിട്ടുണ്ട്, ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവ എവിടെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ള അതിൻ്റെ യൂസും കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേബിൾ, അതായത് നമ്മൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എൻവയോൺമെൻറ്റിൽ യൂസ് ചെയ്യുന്ന കേബിൾ എന്ന് പറയുന്നത് കാറ്റഗറി 5 കേബിളാണ്. ഇൻ ഷോർട്ട് CAT 5 കേബിൾ എന്ന് പറയും. അതിലെ 2 പെയർ ടൈപ്പ് കേബിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 100 Mbps സ്പീഡുള്ള ഡാറ്റ ട്രാൻസ്മിഷൻ സ്പീഡുള്ള 2 പെയർ ടൈപ്പ് CAT 5 കേബിളാണ് ഏറ്റവും കൂടുതലായിട്ട് പോപ്പുലറായിട്ട് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എൻവയോൺമെൻറ്റുകളിൽ നെറ്റ്വർക്കിംഗ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾസ്. ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിളിലുള്ള ഏറ്റവും UTPയിൽ നിന്നുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പെയർ ഓഫ് കേബിൾസ് ട്വിസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഓൾറെഡി ഫിഗറിൽ കണ്ടു. ആ കേബിൾസിന് ട്വിസ്റ്റ് ചെയ്തിരിക്കുന്ന ഓരോ പെയറിനും ഒരു ഷീൽഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഷീൽഡ് പ്രൊവൈഡ് ചെയ്തത് കൊണ്ടുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസിനെയും റേഡിയോ ഫ്രീക്വൻസി ഇൻ്റർഫറൻസിനെയും ക്യാൻസൽ ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ആ ഷീൽഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പ്രൈസ് വൈസ് നോക്കുകയാണെങ്കിൽ ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് പറയുന്നത് നമ്മൾ ഇനിയും ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒപ്റ്റിക്കൽ കേബിളിനേക്കാളും പ്രൈസ് കുറവും, അതേസമയം അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറിനേക്കാളും പ്രൈസ് കൂടുതലുമായിരിക്കും. STP കേബിൾസിൻ്റെ ടൈപ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അടുത്തതായി ട്വിസ്റ്റഡ് പെയർ കേബിൾ കണക്ടറാണ്. RJ45 കണക്ടറാണ് ട്വിസ്റ്റഡ് പെയർ കേബിളിന് കണക്ടറായിട്ട് ഉപയോഗിക്കുന്നത്. BNC കണക്ടറിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇവിടെയും മെയിൽ കണക്ടറും ഫീമെയിൽ കണക്ടറുമുണ്ട്. ട്വിസ്റ്റഡ് പെയർ കേബിൾ കണക്ട് ചെയ്യുന്ന മെയിൽ കണക്ടറിനെ RJ45 പ്ലഗ് എന്നും RJ45 പ്ലഗ് കണക്ട് ചെയ്യുന്ന ഡിവൈസിലുള്ള ഫീമെയിൽ കണക്ടറിനെ RJ45 ജാക്ക് എന്നും പറയും. RJ എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് ജാക്ക് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ്. ഒരു ട്വിസ്റ്റഡ് പെയർ കേബിളിനെ RJ45 പ്ലഗിലേക്ക് കണക്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെ ക്രിമ്പിംഗ് എന്ന് പറയും. ഈ ക്രിമ്പിംഗ് ചെയ്യുന്നത് ടെലിഫോൺ ഇൻഡസ്ട്രിയിലുള്ള സ്റ്റാൻഡേർഡ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇതിനെ രജിസ്റ്റേർഡ് ജാക്ക് എന്ന് അറിയപ്പെടുന്നത്. അടുത്തതായി ഫൈബർ ഒപ്റ്റിക് കേബിളാണ്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൽ ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് സീരീസ് ഓഫ് ലൈറ്റ് പൾസസ് ആയിട്ടാണ്. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്താണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൽ ലൈറ്റ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്നാൽ ഒരു ഹോളോ ട്യൂബാണ്. അതിൻ്റെ ലൈറ്റ് പാസ് ചെയ്യുന്ന ഇന്നർ പോർഷൻ കോർ എന്നും കോറിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന പോർഷൻ ക്ലാഡിംഗ് എന്നുമാണ് അറിയപ്പെടുന്നത്. ഇത് ഫിഗറിൽ കാണിക്കുന്നുണ്ട്. കോർ ഒരു ഡെൻസ് ആയിട്ടുള്ള ഗ്ലാസ് ട്യൂബാണ്. ക്ലാഡിംഗ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലെസ് ഡെൻസ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് മെറ്റീരിയലാണ്. ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഒരു ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ സെൻറ്റർ എന്നുള്ളത് മെയിനായിട്ടും LED അല്ലെങ്കിൽ ലേസർ ഡയോഡായിരിക്കും.
ഇതിൽ സെൻറ്ററിൻ്റെ ഫങ്ഷൻ ഇൻകമിങ് ആയിട്ടുള്ള സിഗ്നൽസിനെ കൺവേർട്ട് ചെയ്ത് കറസ്പോണ്ടിങ് ലൈറ്റ് പൾസസ് ആക്കുക എന്നുള്ളതാണ്. ഹൈ ഡെൻസ് ആയിട്ടുള്ള കോറിലേക്ക് ഇങ്ങനെ എൻ്റർ ചെയ്യുന്ന ലൈറ്റ് ലെസ് ഡെൻസ് ആയിട്ടുള്ള ക്ലാഡിങ്ങിലേക്ക് റിഫ്രാക്റ്റ് ചെയ്യുന്നതിന് പകരം, റിഫ്രാക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ബെൻഡിങ് ആണ്, റിഫ്രാക്റ്റ് ചെയ്യുന്നതിന് പകരം തിരിച്ച് കോറിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ആരോ മാർക്ക് യൂസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ലൈറ്റിൻ്റെ പാത്ത് കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ഒരു സിക്സാക് മൂവ്മെൻറ്റിൽ റിസീവറിലേക്ക് എത്തിച്ചേരുന്നു. ഒപ്റ്റിക്കൽ റിസീവർ എന്ന് പറയുന്നത് ഒരു ഫോട്ടോ ഡിറ്റക്ടർ ആയിരിക്കും. അത് റിസീവ് ചെയ്യുന്ന ലൈറ്റ് പൾസിനെ കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും. ഇങ്ങനെയാണ് ഒരു ഫൈബർ ഒപ്റ്റിക് കേബിൾ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്നത്. സെൻറ്ററിൽ നിന്ന് റിസീവറിലേക്കുള്ള ലൈറ്റിൻ്റെ പാത്താണ് ആരോ മാർക്ക് ഉപയോഗിച്ച് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തതായി കൺസ്ട്രക്ഷൻ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളാണ്. ആദ്യമായിട്ട് ഏറ്റവും ഇന്നർ പോർഷനായിട്ടുള്ള കോർ. സിലിക്ക ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൻ്റെ സെൻട്രൽ ഫിസിക്കൽ മീഡിയമാണ് കോർ. അടുത്തതായി ക്ലാഡിംഗ്. കോറിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന ലെസ് ഡെൻസ് ആയിട്ടുള്ള ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ബൗണ്ടറിയാണ് ക്ലാഡിംഗ്. പ്രൈമറി കോട്ടിംഗ്. ഷോക്കിനെ അബ്സോർബ് ചെയ്യാനും എക്സസീവ് ആയിട്ടുള്ള കേബിൾ ബെൻഡിനെ പ്രിവെൻറ്റ് ചെയ്യാനും സഹായിക്കുന്നു. ഈ ലെയർ നിർമ്മിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് കൊണ്ടാണ്. നെക്സ്റ്റ് സ്ട്രെങ്ത് മെമ്പേഴ്സാണ്. കേബിളിനെ ഇൻസ്റ്റാളേഷൻ ടൈമിലുള്ള എക്സസീവ് ടെൻഷനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അടുത്തതായി കേബിൾ ജാക്കറ്റ്. കേബിൾ ജാക്കറ്റ് ഡിഫറെൻറ്റ് കളേഴ്സിൽ അവൈലബിൾ ആണ്. ഫൈബർ ഒപ്റ്റിക് കേബിളിന് യൂഷ്വലി ഓറഞ്ച് കളർ ആണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഫീച്ചേഴ്സ്. ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 100 Mbps to 1 Gbps ആണ്. ഒപ്റ്റിക്കൽ ഫൈബർ യൂസ് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 to 100 കിലോമീറ്റർ വരെയാണ്. ഇലക്ട്രിക്കൽ സിഗ്നൽസ് കേബിളിൽ കൂടി പാസ് ചെയ്യത്തില്ല. അതുകൊണ്ട് ഹൈ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. കാരണം കേബിളിൽ കൂടി പാസ് ചെയ്യുന്നത് നമുക്കറിയാം ഇലക്ട്രിക്കൽ സിഗ്നലിന് പകരം ലൈറ്റ് പൾസ്, കറസ്പോണ്ടിങ് ലൈറ്റ് പൾസസ് ആണ്. അതുകൊണ്ട് ഇത് ഹൈ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. TV ടവേഴ്സ്, റേഡിയോ സ്റ്റേഷൻസ്, ഇലക്ട്രിക് ട്രാൻസ്ഫോമർ എന്നിങ്ങനെയുള്ള നോയ്സ് കൂടുതലായിട്ടുള്ള, ഡിസ്റ്റോർഷൻസ് കൂടുതലായിട്ടുള്ള ഏരിയസിൽ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ വളരെ ഫലവത്താണ്. ബിക്കോസ് ഇത് നോയ്സിനെ പ്രിവെൻറ്റ് ചെയ്യും. ഇത്രയുമാണ് basic idea about different type of cables and connectors. Thank you.